എന്റെ പൊന്നു കനകം ചേട്ടാ, കൊറേ നേരം ആയാലും തുടങ്ങിയിട്ട്. കഴിയണ്ടേ? എങ്ങനെയുണ്ട്? കൊള്ളാം, നന്നായിട്ടുണ്ട്. കൊള്ളാമോ? കൊള്ളാം. കൊള്ളാമോ? കൊള്ളാം. ആ അതാ പറ, അങ്ങനെ പറ. സാറുമാരെ, നിങ്ങളാണ് സ്കൂളിന്റെ പരിസരത്ത് കറണ്ടിന്റെ പണി ചെയ്തോണ്ടിരുന്നേ? അതെ, അവിടെ കറണ്ട് ഇല്ലേ? കറണ്ട് ഉണ്ട് സാറേ. എൻ്റെ ഒരു മാല അവിടെ കളഞ്ഞു പോയി. അത് അടുത്തുള്ള സ്ത്രീ പറഞ്ഞു, സാറുമാർ കുനിഞ്ഞ് അവിടെ നിന്ന് എടുക്കുന്ന കണ്ടെന്ന് പറഞ്ഞു. ഞങ്ങളാ? ആ ചേച്ചി, മാല പോയ പോലീസ് സ്റ്റേഷനിലാ പരാതി കൊടുക്കേണ്ടത്. പരാതി കൊടുത്തിട്ടുണ്ട് സാറേ. ആണോ? എത്ര പവന്റെ മാല? 4 പവൻ്റെ. 4 പവന്റെ മാല ചേച്ചിക്കാ? എൻ്റെ മരുമകളുടെ ആയിരുന്നു. കനക, ഒന്നുകൂടെ വന്നേ. അതെ, ഈ ചേച്ചി മാല പോയെന്നും പറഞ്ഞ് വന്നായിരുന്നു. ചേച്ചി, എൻ്റെ ഒരു മാല കളഞ്ഞു പോയായിരുന്നു. അത് നിങ്ങളവിടെ നിന്ന് കുനിഞ്ഞെടുക്കുന്നതായിട്ട് അപ്പുറത്തെ വീട്ടിലെ സ്ത്രീ പറഞ്ഞായിരുന്നു. എവിടെ നിന്ന് കുനിഞ്ഞെടുക്കണ കാര്യം ഇവര് പറയണ? പറമ്പിൽ ആ വയലിൻ്റെ കരയിൽ. എവിടെയാ ചേച്ചി? തിരുമല സ്കൂളിൻ്റെ അടുത്ത്. സ്കൂള് തിരുമലയിലുണ്ട്, അത് കുറെ കാലമായിട്ടുണ്ട്. ചേച്ചിയുടെ മാല എവിടെ നിന്നാണ് പോയത്? എവിടെ വെച്ചാണ് പോയത്? ആരെങ്കിലും പറഞ്ഞു വിട്ടതാണോ? അല്ല, അടുത്തുള്ള വീട്ടിലെ സ്ത്രീ കണ്ടു, നിങ്ങൾ അവിടെ നിന്ന് കുനിഞ്ഞെടുക്കുന്നതായിട്ട് കണ്ടു. ചേച്ചി ഇവിടെ ഇരിക്കട്ടാ, ഇവിടെ ഇരിക്കും. കുറെ പേര് വരണണ്ടേ, ആർക്കൊക്കെ കൊടുക്കും? സാർ 3-4 എവിടെ കൂടെ ഞാൻ വരികയാണ്. പിള്ളേരൊക്കെ ഉണ്ട്, പേടിയാവുന്നു സാർ. അത് നിങ്ങളുടെ പ്രശ്നം മനസ്സിലായി. നിങ്ങളുടെ വീടിന്റെ മുകളിൽ ഉടനെ ലൈൻ കമ്പി, അടുത്ത വീട്ടിലെ മാവിന്റെ കൊമ്പ് ചാഞ്ഞു കിടക്കുന്നു. ഈ മാങ്കൊമ്പങ്ങാനോ ഒടിഞ്ഞു വീണാൽ ലൈൻ പൊട്ടി വീഴുമോ എന്നുള്ളതാണ് പേടി. പേടിക്കേണ്ട കാര്യമില്ല. KCB ചെയ്തു തരും. അവർ ചെയ്തില്ലെങ്കിൽ നമ്മൾ വെട്ടിത്തരും. ഇതിനുള്ള ആൾ ഇദ്ദേഹത്തിന്റെ പ്രശ്നം എന്താണെന്ന് പരിഹരിക്കാതെ കുട്ടികളൊക്കെ ഉണ്ട്. അദ്ദേഹത്തിന് പേടിയായതുകൊണ്ടല്ലേ പല പ്രാവശ്യം എന്ന് പറയുന്നത് നമ്മൾ. അതെ, അപ്പുറത്തെ വീട്ടുകാരും പറഞ്ഞിട്ട് കേൾക്കില്ല. നമുക്ക് നോക്കണ്ട, പോയിട്ടങ്ങ് വെട്ടാ. വലിയ കൊമ്പാണ് സാറേ, ആരെങ്കിലും പുറത്തൊന്നും വേണ്ടി വരും. വേണ്ടി വരുമെങ്കിൽ ചെയ്തു തരും കേട്ടോ. ഇനി ഈ കേസും പറഞ്ഞ് ഇങ്ങോട്ട് വരണ്ട, ധൈര്യമായിട്ട് പോകും. സാറേ, ഇതപ്പോ മാലയ്ക്ക് വേണ്ട ഒരാൾ വന്നിട്ടുണ്ട്. മാലക്കേ അത് കൊള്ളാം. ഒരു മാലയ്ക്ക് 5 പേര് വരെ. ഇതെന്ത് പാഞ്ചാലിയുടെ മാല? അതാണ് എന്താ ഇപ്പൊ ചെയ്യേണ്ടതെന്നുള്ളതാണ്. സ്വർണം തന്നെയാണെന്ന് ഉറപ്പല്ലേ? അത് ഞങ്ങൾ പോയി നോക്കിച്ചു ജ്വല്ലറിയില്. സ്വർണ്ണമാണ്. അതൊക്കെ ചെയ്തു. നമ്മുടെ കാര്യങ്ങളെല്ലാം പെർഫെക്റ്റ് ആക്കി. 4 പവൻ ഉണ്ടെന്നല്ലേ പറഞ്ഞത്. അങ്ങനെ ഒരു ഏതാണ്ട് 1 ലക്ഷം രൂപയുടെ സാധനം വരും. അത് നമ്മൾ കൈവച്ചോണ്ടിരിക്കുന്ന സേഫ് ആണോ? ഇല്ല, പെട്ടെന്ന് വിൽക്കണമെന്ന് ഞാൻ പറഞ്ഞു. ഇവൻ ചൊട്ടക്ക് സമ്മതിക്കല്ല. നല്ല ആളാ. 2 പേർ കൂടെ പോയി കിടക്കാം. വല്ലവന്റെ സ്വത്ത് എടുത്ത് വിൽക്കുന്നു. അതല്ലേ വഴി കിടന്ന് കിട്ടിയതാണല്ലോ. ഒരു കാര്യം ചെയ്യും, ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന ആളുടെ അടുത്തൂടെ ചോദിക്കും, സംഭവം ഇത് അവരുടെ തന്നെയാണോ എന്നൊന്ന് ക്ലിയർ ചെയ്യും. ആണെങ്കിൽ അവർക്ക് തിരിച്ചോടും, ഇല്ലെങ്കിൽ നമുക്ക് പോലീസ് സ്റ്റേഷൻ ഏൽപ്പിക്കാം. അങ്ങനെ ഇത് കൂടുതൽ ദിവസം കയ്യിൽ വെച്ചോണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. പറ്റില്ല. അതാണ്. അത് കഴിഞ്ഞാൽ പണയം വയ്ക്കൊന്നും ചെയ്യരുത് കേട്ടോ. ചിലവര് അതിന്റെ അരികൊക്കെ ഇച്ചിരി പൊട്ടിച്ചു വിറ്റാലും 10,000 രൂപ കിട്ടും. 1 മണി എടുത്താൽ ഇത് സൂക്ഷിക്കേണ്ട കേസാണ്. ഇല്ല സാറേ, ഞാൻ എങ്ങനെ പോയാലും ഇന്നും കൂടി വെക്കാൻ കയ്യിൽ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് എന്താ ചെയ്യാം? എന്തായാലും അവരുടെ അടുത്ത് കൊണ്ടൊന്ന് ചോദിച്ചു നോക്കാം, അവരുടെ ആണോന്നൊന്ന് നോക്കും. ആയിക്കോട്ടെ. ഇന്നും കൂടി നോക്കിയിട്ട് കണ്ടില്ലെങ്കിൽ നമുക്ക് എന്തായാലും വിളിച്ചോണ്ട് പോ. ഈ ബാസിൽ ഏത് വിധേനെ അത് വിൽക്കുകയോ പണയം വയ്പ്പിക്കുകയോ ചെയ്യും കേട്ടോ. ഒന്നുമില്ലേ പൊട്ടിച്ചെങ്കിലും എടുക്കും കുറച്ച് പാവം.